അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. എപ്പോ മുത്ത് റസൂല് കരഞ്ഞാലും ജിബ്രീൽ വരും. അല്ലാഹ് പറയും, ചെല്ല്, എന്റെ ഹബീബ് കരഞ്ഞാൽ അല്ലാഹ്ക്ക് സഹിക്കാൻ പറ്റൂല. മുത്ത് റസൂലിന്റെ കണ്ണ് നിറഞ്ഞാൽ ആകാശത്തിന്റെ അധിപന് താങ്ങാൻ പറ്റൂല. അല്ലാഹുവിന്റെ റസൂല് പണമുണ്ടാക്കാനാണോ? അല്ലാഹുവിന്റെ റസൂല് തട്ടിക്കളിക്കാനാണോ? അല്ലാഹുവിന്റെ റസൂല് പേരിനും പെരുമയ്ക്കുമാണോ? എന്റെ പ്രിയപ്പെട്ടവരെ, മുത്ത് ഹബീബിന്റെ മനസ്സ് വിമ്മിപ്പൊട്ടിയോ പടച്ചവന് താങ്ങാൻ പറ്റൂല. ജിബ്രീലേ, ചെല്ല് ജിബ്രീലേ, ചെല്ല് ജിബ്രീലേ, ചെല്ല് ജിബ്രീലേ. ജിബ്രീൽ വരികയാണ്. കരയണ്ട റസൂലേ, അല്ലാഹ് ഒരു സന്തോഷം പറഞ്ഞു വിട്ട് നബിയേ. അല്ലാഹു ഒരു സന്തോഷം പറഞ്ഞു വിട്ടു നബിയേ. ജിബ്രീലിനോട് മുത്ത് റസൂല് പൊട്ടിക്കരന്നുകൊണ്ട് ചോദിച്ചു, എന്റെ ഹംസയെ കൊണ്ടുപോയിട്ട് എനിക്കെന്ത് സന്തോഷമാണ്. അന്ന ഹംസ മക്തൂബും മിൻ അഹ്ലി സമാ ഫി അഹ്ലി സമാവാതി സബ്ഇ അസദുല്ലാഹ് അസദുല്ലാഹ് അസദുല്ലാഹ്. നബിയേ, 7 ആകാശത്തിൽ ഹംസയുടെ പേര് അല്ലാഹു ഇന്നത്തെ ദിവസം എഴുതി വെച്ചിരിക്കുന്ന നബിയേ. മുത്ത് റസൂൽ ചോദിച്ചു, ആ പേരെന്താണ്? ആ പേരെന്താണ്? ആ പേരെന്താണ്? അല്ലാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ പറഞ്ഞു, യാ ഹബീബല്ലാഹ് അസദുല്ലാഹ് അസദുല്ലാഹ്, അല്ലാഹുവിന്റെ സിംഹമെന്നാണ്. നബിയെ, 7 ആകാശത്തിൽ അങ്ങയുടെ പ്രിയപ്പെട്ട കൊച്ചാപ്പയുടെ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ പേര് അസദുല്ലാഹ്, അള്ളാന്റെ സിംഹം എഴുതി വെക്കാണ്. എന്നിട്ട് മുത്ത് റസൂലിനെ അവിടെ നിന്ന് സഹാബികൾ കൊണ്ടുപോകുമ്പോ തിരിഞ്ഞു നോക്കിയിട്ട് ആ കിടക്കുന്ന ശരീരത്തിലേക്ക് നോക്കിയിട്ട് പറയുന്നു, ലൻ അസാബ ബിമിസ്ലിക അബദൻ മാ വഖഫ്തു ഖത്തു മൗഖിഫൻ അഗ്യലു ഇലയ്യ മിൻ ഹാദാ. ഇന്നത്തെ ദിവസത്തെ പോലെ എന്നെ വേദനിപ്പിച്ച ഒരു ദിവസം ഈ മുഹമ്മദിന്റെ ജീവിതത്തിൽ ഇല്ല എന്ന് നിബിതങ്ങൾ പറഞ്ഞപ്പോ സഹാബികൾ വന്ന് പറഞ്ഞു, നബിയെ, നമുക്ക് പ്രതികാരം ചെയ്യണ്ടേ, പ്രതികാരം ചെയ്യണ്ടേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? നീലേശ്വരത്തുകാരാ, വലഇൻ അൽഹറനി അല്ലാഹു വലാ ഖുറൈസിൻ ഫീ മൗതിന ഫീ മവാതിനിൽ അംസുഹു മസ്ലുഹുന്ന ബിസലാസീന റജുലാ. ഇതിന് പകരമായി മറ്റുള്ളവരെ കൊന്നൊടുക്കാൻ അല്ലാഹു അനുമതി തന്നാൽ എന്ന ഒരു ഹംസ റളിയല്ലാഹു അൻഹുവിന് പകരമായി ഇസ്ലാമിന്റെ 33 ശത്രുക്കളെ വെട്ടി 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 പിരിച്ചറിയാറ് നാർക്കൊത്തിയെരിഞ്ഞ് വലിച്ചെറിയുമായിരുന്നെന്ന് സ്നേഹത്തിന്റെ നായകനെ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു പറയുന്നു, ഹംസാക്ക് പകരം നീ കൊന്നു എന്ന് പറഞ്ഞാൽ 33 ശത്രുക്കൾ. ഒരു ഹംസാക്ക് പകരം 33 ശത്രുക്കളെ വെട്ടിയെറിഞ്ഞ് തലയും കൈയും കാലും ഒക്കെ പല ഭാഗത്തായി ഞാൻ വലിച്ചെറിയും. ജിബ്രീൽ വന്നു, ഫൈന ഖബതും ഫആഖിബൂ ബിമിസ്ലി മാ ഉഖിബതും ബി വലൻ സബർതും ലഹു ഖൈറുൽ ലിസ്സാബിരീൻ. ഹൈന്ദവ സഹോദരങ്ങളെ, അയ്യപ്പ ഭക്തന്മാരെ, ഈശ്വര വിശ്വാസികളാര ഹൈന്ദവ മതത്തിലെ വേദങ്ങളെ ഉൾക്കൊള്ളുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ വീറും വാശിയും കാത്തു സൂക്ഷിക്കുന്ന ഇസ്ലാമിന്റെ ചുണക്കുട്ടന്മാരോട് ഖുർആൻ പറഞ്ഞു, ഫസബർതും ലഹു ഖൈറുൽ ലിസ്സാബിരീൻ. വേണമെങ്കിൽ നിങ്ങൾ എല്ലാവരെയും തിരിച്ചു കൊന്നോ, പക്ഷേ കൊല്ലാതെ അതിന് പ്രതികാരം ചെയ്യാതെ ക്ഷമിക്കുന്നവരെയാണ് എനിക്കിഷ്ടമെന്ന് വിശുദ്ധ ഖുർആൻ. എനിക്കിഷ്ടമെന്ന് വിശുദ്ധ ഖുർആൻ. കരള് പോലും കൊണ്ടുപോയില്ലേ. ആരംഭ റസൂല് പറയാണ്, എന്റെ ഹംസയുടെ കരള് ആ ഹിന്ദെന്ന് പറയുന്ന പെണ്ണ് ചവച്ചരച്ച് തിന്നിറക്കിയാൽ അവൾക്ക് അല്ലാഹു നരകം കൊടുക്കൂല. സുബ്ഹാനല്ലാഹ്. എന്തുകൊണ്ടാ? ഹംസായുടെ ശരീരത്തിന്റെ ഒരംശം ആരുടെയെങ്കിലും വയറ്റിലുണ്ടെങ്കിൽ ആ ശരീരത്തിന് അല്ലാഹു നരകം കൊടുക്കൂല. അത്രയ്ക്ക് പവർ എന്റെ ഹംസാക്കുണ്ടെന്ന് സ്നേഹത്തോടെ മുത്ത് റസൂൽ നബി മുഹമ്മദ് മുസ്തഫ. ولكن الكبد استعصت على انيابها وعجزتها ان تصيغها. എന്തെന്ന് പറയുന്ന പെണ്ണ് ഹംസയുടെ കരൾ വായ്ക്കകത്ത് വെച്ച് ചവച്ചപ്പോ
ഇറക്കാൻ കഴിഞ്ഞില്ല. പല്ലിനകത്ത് കുത്തുവീണിട്ടത് തുപ്പി ചവച്ചരച്ചു പുറത്തേക്ക് തുപ്പിയിട്ട് രാക്ഷസിയെ പോലെ പൊട്ടിച്ചിരിച്ചു. ആ ഉഹദിന്റെ ദിവസം ഹംസ റളിയല്ലാഹു അൻഹു ഷഹീദായ ദിവസം ഒരാൾ മുത്തറസൂലിന്റെ മുമ്പിലേക്ക് വരികയാണ്. നബിയെ, എനിക്കൊരു കുഞ്ഞ് ജനിച്ചു നബിയെ, ഒരു കുഞ്ഞ് ജനിച്ചു. മാ നുസമ്മീഹി യാ റസൂലല്ലാഹ്, അതിനവിടുന്നൊരു പേരിടണം, അതിനവിടുന്നൊരു പേരിടണം. അള്ളാന്റെ റസൂല് പൊട്ടിക്കരയാൻ തുടങ്ങി. എന്തൊരു സ്നേഹമാ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കൊടുക്കുന്നതിന്റെ 100 ഇരട്ടി നിങ്ങൾക്ക് തിരിച്ചു തരും, ഉറപ്പാണ്. ശംസുൽ ഉലമ നവറല്ലാഹു മർക്കദു, അതുകൊണ്ടല്ലേ അഹ്ലു ബൈത്തിൽപ്പെട്ട 5 വയസ്സുള്ള കുഞ്ഞു വന്നാലും എഴുന്നേറ്റ് പോയി മുസാഫത്ത്. എന്തുകൊണ്ടാ? ആരുടെ പാരമ്പര്യമാ, ആരുടെ രക്തമാ, ആരുടെ കുടുംബമാ? മുത്ത് ഹബീബല്ലേ, ഹബീബല്ലേ. അല്ലാഹു സയ്യിദന്മാരുടെ പൊരുത്തം തരട്ടെ. അള്ളാന്റെ റസൂലിനോട് ചോദിച്ചു, മാ നുസമ്മീഹി യാ റസൂലല്ലാഹ്, ഈ കുഞ്ഞിന് ഞങ്ങൾ എന്ത് പേരിടും? അള്ളാന്റെ റസൂല് കരഞ്ഞു. എന്നിട്ട് മുത്ത റസൂല് പറഞ്ഞു, അഫ്ളലുൽ അസ്മാഇ ഇൻദല്ലാഹ് അബ്ദുല്ലാഹ് വ അബ്ദുർ റഹ്മാൻ. അള്ളാന്റെ അടുത്ത് അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് അബ്ദുല്ലാഹ്, അബ്ദുറഹ്മാൻ എന്നാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് അബ്ദുല്ലാഹ്, അബ്ദുറഹ്മാൻ എന്നാണ്. ബി അഹബ്ബിൽ അസ്മാ ഹംസ, എന്നാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് ഹംസ എന്നാണ്. നിന്റെ പൊന്നുമോന് ഹംസ എന്ന് പേരിട്ടോ, നിന്റെ പൊന്നുമോന് ഹംസ എന്ന് പേരിട്ടോ, നിന്റെ പൊന്നുമോന് ഹംസ എന്ന് പേരിട്ടോ. മുത്തുനബി മുഹമ്മദ് മുസ്തഫ. എന്തൊരു സ്നേഹമാറും. റസൂലിനെ തന്നെ സ്നേഹിക്കണം, എങ്കിലല്ലേ തിരിച്ചു കിട്ടുള്ളൂ, എങ്കിലല്ലേ തിരിച്ചു കിട്ടുള്ളൂ. ഈ വഹശിയിലെ, ഈ വഹശി ഇപ്പൊ നിങ്ങൾ വെറുത്തില്ലേ? ഇപ്പൊ നിങ്ങൾ മനസ്സുകൊണ്ട് ശപിച്ചില്ലേ? അവൻ വെട്ടിയില്ലേ, അവൻ കൊന്നില്ലേ? അങ്ങനെ ശപിച്ച നിങ്ങളെ കൊണ്ട് ആ വഹശിയുടെ പേര് കേൾക്കുമ്പോ റളിയല്ലാഹു അൻഹു എന്ന് പറയിപ്പിക്കാൻ പോവാൻ, റളിയല്ലാഹു അൻഹു എന്ന് പറയിപ്പിക്കാൻ പോവാൻ. എന്തേ സംഭവിച്ചെന്നറിയോ? പിന്നീട് വഹശി ഓടി, വഹശി ഓടി. ഒരു സമാധാനമില്ല, രക്ഷയില്ല. ഓടി. ഒരുപാട് സ്വത്ത് കിട്ടി, സ്വർണം കിട്ടി, പദവി കിട്ടി, പവർ കിട്ടി, ഒക്കെ കിട്ടി. പക്ഷേ വഹശിയെ സംബന്ധിച്ചിടത്തോളം മനസ്സിന് സമാധാനമില്ല. എന്നെങ്കിലും ഇസ്ലാമിന്റെ ആളുകൾ അവനെ കാണും. ആരെയാ കൊന്നത്, ആരെയാ കൊന്നത് എന്നെങ്കിലും കാണും. അന്ന് തിരിച്ചു കൊല്ലാൻ വേണ്ടി ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊന്ന അതേ ചാട്ടുളി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു വഹശി. പക്ഷെ ഒരാൾ വന്നിട്ട് പറഞ്ഞു, വഹശി നീ ടെൻഷനൊന്നും വേണ്ട, നീ മുത്ത് റസൂലിന്റെ അടുത്ത് പോയി ഷഹാദത്ത് കലിമ പറഞ്ഞ് മുസ്ലിം ആയാൽ അള്ളാന്റെ റസൂൽ എല്ലാം നിനക്ക് പൊരുത്തപ്പെട്ടു തരുമെന്ന്. ഇങ്ങനെ നേരെ പോയാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ എത്തുന്നതിന് മുമ്പ് വഹശി നിന്നെ ഇസ്ലാമിന്റെ പുലിക്കുട്ടുകൾ പിടിച്ച് വെട്ടി എരിയുമെന്ന് പറഞ്ഞപ്പോൾ വഹശിയുടെ മനസ്സൊന്ന് ഭയന്നു, മുഖം മൂടി ധരിച്ചു. വിറയ്ക്കുന്ന പാദങ്ങളോടെ വഹശിയതാ ആരംഭ റസൂലിന്റെ ഹദറത്തിലേക്ക് ചെല്ലുകയാണ്. മദീനയുടെ മുത്ത് റസൂലിന്റെ മുറ്റത്തെത്തുമ്പോ വഹശി അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ്. എന്തോ ഒരു പരിശുദ്ധമായ ഭൂമുഖമാണ്. എന്നെ ഒന്നും ചെയ്യൂല, എന്നെ ഒന്നും ചെയ്യൂല, എന്നെ അടിക്കൂല, എന്നെ ഇടിക്കൂല, എന്നെ ഉപദ്രവിക്കൂല. അള്ളാന്റെ റസൂലിന്റെ ഭൂമുഖം കണ്ടപ്പോ സന്തോഷം തോന്നി. പക്ഷേ ഹംസ ഇഷ്ടപ്പെട്ടിരുന്നതല്ലേ? ഹംസ റളിയല്ലാഹു അൻഹുവിനെ മനസ്സിന്റെ അകത്ത് വാരിപ്പുണർന്നു പോയ മുത്ത് റസൂലല്ലേ. എന്തായിരിക്കും എന്നോട് പറയുക? എനിക്കറിയില്ല പടച്ചവനെ, എന്നെ ഏത് രീതിയിലായിരിക്കും സ്വീകരിക്കുക എനിക്കറിയില്ല തമ്പുരാനെ. വഹശിയതാ ആരംഭ റസൂലിന്റെ തിരുമുമ്പിൽ വന്നിട്ട് പറയുന്നു, യാ ഹബീബല്ലാഹ്, നബിയേ, ആരെന്ത് തെറ്റ് ചെയ്താലും ഇസ്ലാമിലേക്ക് കടന്നു വന്നാ നിങ്ങൾ പുറത്തു കൊടുക്കുമോ നബിയെ? നിങ്ങൾ പൊരുത്തപ്പെട്ട് കൊടുക്കുമോ നബി എന്ന് ചോദിക്കുമ്പോൾ അള്ളാന്റെ റസൂലിന്റെ മുമ്പിൽ മുഖം മൂടി വെച്ചുകൊണ്ട് ഇത് വഹശിയാണെന്നറിയുന്നില്ല, ഇത് വഹശിയാണെന്നറിയുന്നില്ല. ആ രീതിയിലൂടെ കടന്നു വരുമ്പോ അള്ളാന്റെ റസൂൽ ആ ചോദ്യം ഇങ്ങനെ കേൾക്കുമ്പോ മനസ്സിന്റെ അകത്തൊരു സങ്കടം പോലെ തോന്നുകയാണ്. ആരെന്ത് തെറ്റ് ചെയ്താലും ഇസ്ലാമിലേക്ക് വന്നാൽ പുറത്തു കൊടുക്കുവോ നബിയെ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അതെ,
എന്ത് തെറ്റും പൊരുത്തപ്പെട്ടു കൊടുക്കും. മുസ്ലിമായാൽ പിന്നെ പഴയകാല തെറ്റുകളൊക്കെ പൊരുത്തപ്പെട്ടു കൊടുക്കുമെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് കുറച്ചുകൂടി നീങ്ങിയിരുന്നിട്ട് വഹശി ചോദിക്കുകയാണ്, അങ്ങയുടെ പ്രിയപ്പെട്ടവനായ ഹംസയെ ഉഹദിന്റെ രണാകണത്തിൽ വെട്ടി എരിഞ്ഞ് കഷണമാക്കി വലിച്ചെറിഞ്ഞ വഹശി ഇസ്ലാമരം സ്വീകരിച്ചാലങ്ങ് പൊരുത്തപ്പെട്ടു കൊടുക്കുമോ? ഒരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സങ്ങ് കിടുകിടുത്തു പോയി. ആ ദിവസം ഓർത്തുപോയി. മുത്ത് റസൂല് പെട്ടെന്ന് തിരിഞ്ഞു, അന്ത വഹശി, നീ വഹശിയല്ലേ. മുഖം മൂടി വലിച്ചു മാറ്റിയിട്ട് യാ ഹബീബല്ലാഹ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഞാൻ മുസ്ലിമാകുന്ന നബിയേ. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞൊഴുകി. ആരംഭ റസൂല് പറയുകയാണ്, ഹദ്ദിസ്നി കൈഫ ഖതൽത ഹംസ. നീ അന്ന് പോയതല്ലേ, പിന്നെ നീ വന്നിട്ടില്ലല്ലോ, പിന്നെ നിന്നെ കണ്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് ഫഹദ്ദിസ്നി കൈഫ ഖതൽത ഹംസ,